ഇപ്പോൾ നമ്മളിപ്പോൾ അച്ചുട്ടിയുടെ വീട്ടിലാണ്. ഇപ്പോൾ അതേ അച്ചുട്ടിയുടെ സിസ്റ്റത്തിൽ ഇരുന്ന് നമ്മൾ ഗെയിം കളിക്കാൻ പോവുക. അപ്പോൾ ഇന്നലെ തന്നെ അച്ചുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഷൻ 1 എത്ര നോക്കിയിട്ടും കയറാൻ പറ്റുന്നില്ലാന്ന്, ഡിവിഷൻ 2 വരെ എത്താൻ പറ്റുന്നുണ്ടോന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടി ഒന്ന് വന്നതാ ഡിവിഷൻ 1 എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ PC ഞാൻ എക്സ്പേർട്ടാണ്, മൊബൈൽ എക്സ്പേർട്ട് അല്ലെങ്കിലും. അപ്പോൾ ഞാൻ വന്നിരുന്ന് കളിച്ച് എങ്ങനെയെങ്കിലും ഡിവിഷൻ 1 ആക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, മുള്ളൂർക്കരിക്ക്. അപ്പം എന്തായാലും നമുക്ക് ഡിവിഷൻ 1 അടുപ്പിക്കാൻ നോക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് ഒന്ന് ടച്ച് ആവണല്ലോ. ടച്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ കളിക്കാം. ഇവൻറ്റ്സ് കളിച്ചൊന്ന് എയിമായതിന് ശേഷം നമുക്ക് ഇവൻറ്റ്സിലേക്ക് പോവാം, അല്ല ഡിവിഷനിൽ പുഷ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇറ്റാലിയൻ ക്ലബിൻ്റെ ടൂറ് കളിക്കാമെന്ന്. ആക്ച്വലി ഞാനൊക്കെ കളിക്കുമ്പോൾ പെസ് ആയിരുന്നു, ഇപ്പോഴാണ് ഈ ഫുട്ബോൾ ആയത്. പെസ്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പെസ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, മാസ്റ്റർ ലീഗ്, ബിക്കം എ ലെജൻഡ്, അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നണ ഇപ്പോഴത്തെ ഈ ഫുട്ബോളിൽ ആ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഈ ആകെ കൂടി നമ്മളെങ്ങനെയാണ് മൊബൈലിൽ എങ്ങനെയാണോ കളിക്കണത് അതേപോലെ തന്നെയാണ് ഇതിലും തോന്നുന്നുണ്ട്. ഞാനൊരു 2017 വരെ പെസ് കളിക്കുന്നുണ്ടായിരുന്നു PC-യിൽ. അപ്പോൾ അതിന് ശേഷം പിന്നെ PC ഒക്കെ നാശമായി. അതിന് ശേഷം പിന്നെ മൊബൈലിലായി കളി. അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിലും ഈ ഫുട്ബോളിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ PC-യിൽ കളിക്കാൻ പോണേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ വെച്ച് കളിച്ചിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്ത് നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇപ്പോൾ മാച്ച് മേക്കിംഗ് ആണ്, ഇത് ഓൺലൈൻ മാച്ച് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. മാച്ച് ഇൻ പ്രോഗ്രസ് ആണ് കാണിക്കണത്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അതെ, നമ്മൾ ആദ്യം ഒന്ന് ടച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് മാച്ചാണ് കളിക്കണത്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫുട്ബോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു PC-യിലേക്ക് കളിക്കണത്. നമ്മൾ അതിൻ്റേതൊരു രസമുണ്ട് കളി കാണാൻ, ആ ഒരു ഒറിജിനാലിറ്റിയും കാര്യങ്ങളും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ല അറിയില്ല ഇതിൽ മാസ്റ്റർ ലീഗ് പോലത്തെ കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഫിഫയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയോടെയും നൈസായേനെ. എനിക്ക് തോന്നുന്നത് ഇത് മൊബൈലിൽ എങ്ങനെയാണോ അതേ കോപ്പിയാണ് ഇതിൽ നിന്നുണ്ട്. ഓ, നല്ല അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്, വേറെ ലെവല്, ഒന്നും പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്താ ഗ്രാഫിക്സ്, ശരിക്കും നൈസ് തന്നെ, ഒന്നും പറയാനില്ല. എന്തായാലും നമ്മളൊരു ഗെയിമിംഗ് റൂം സെറ്റാക്കുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ഞാനും ഇതുപോലൊരു ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്യാനൊരു പ്ലാനുണ്ട്. എന്തായാലും നന്നായി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഇത് സ്കിപ്പ് അടിച്ച് കളയണം. സ്കിപ്പ് വേണ്ടത് നമുക്ക് നോക്കാം. ആയിരിക്കാം ലൈനപ്പ്. റാഫിന്യ, ലെവൻഡോസ്കി, ജൂലിയൻ അൽവാരസ്. ഓക്കെ, സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി കളി എനിക്ക് തുടങ്ങാം. അപ്പോൾ കളി ആണോ പാസ് ഇടാൻ, നമുക്കൊന്ന് എല്ലാ ബട്ടണും പിടിച്ച് അമർത്തി നോക്കാം. അപ്പോൾ അറിയാമല്ലോ ഏതാണ് പാസ് ഇടാനൊക്കെ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇവൻ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡിവിഷനിലേക്ക് കിടക്കാം. ആക്ച്വലി മൊബൈലിനെക്കാട്ടും എനിക്കൊരു എയിമായിട്ട് തോന്നിയത് ഇതാട്ടോ, PC ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ PC-യിൽ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എനിക്കും കണ്ടില്ലേ PC-യിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൊബൈൽ തന്നെ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു രസാട്ടാ. എന്തായാലും നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനൊരു ഇപ്പോഴും ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ വല്ലോടത്തേക്കൊക്കെ അടിച്ച് കളയണത്. സെറ്റാവേണ്ട അവിടെ പോകാൻ സെറ്റാവും. എന്തായാലും നമ്മളിപ്പോൾ ഒരു ഇവൻ്റാണ് കളിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയിട്ട് ഇത് ചെയ്യണ്ട വെച്ചിട്ട് അതല്ലേ. ഈ മാല കണ്ടോ, എന്താല്ലേ കറക്റ്റ് ചെയ്യാൻ മാല തന്നെ, ഒന്നും പറയില്ല. ഒരു കോർണറാണ്. നമ്മുടെ ഒരു കളി അനുസരിച്ച് നമ്മൾ പാസ്സാണ് പോവാറ്. ആരാണ്? കുണ്ടേ അടി. അയ്യോ, കണ്ട, അതാ അടിക്കാനുള്ള ഒരു തപ്പിപ്പിടുത്തം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഗോളാവേണ്ടതാ. എന്തായാലും നമുക്ക് നോക്കാം, സെറ്റാവും. ബോൾ കിട്ടിയില്ല. അയ്യോ, പണിയാണ്. അവർക്ക് അടിക്കാൻ പറ്റിയില്ല.
യമാല് യമാൽ ഭാഗ്യല്ല അതന്നെ. അയ്യ തീ പറഞ്ഞ പോരാട്ടോ, അത്രേ പറയാനുള്ളൂ. ഓ എന്തുട്ടെന്റെ കളി. അയ്യോ സാധനം കിട്ടിയിരുന്നെങ്കില്ല. നമ്മളപ്പോ ഗോൾ അടിച്ചു. ദേ നോക്കിയേ തവളച്ചാട്ടം സെലിബ്രേഷൻ. യോ ഗോളടിച്ചു 1-0. ഏ എൻ്റെ അമ്മോ വേറെ ലെവല്. ഒന്നും പറയാനില്ല, സെലിബ്രേഷനൊക്കെ വേറെ ലെവല് സാധനം, ഒരു രക്ഷയില്ല. വേറെ ലെവല് സാധനം. ദേ ഗോള് കണ്ടോട്ടാ, ഗോള് നോക്കിയേ നിക്കട്ടാ. വിഷയം ഗോള്. മൂന്നാമത്തെ ഗോള് നോക്കിക്കോട്ടാ. എന്താ ഗോൾ കീപ്പർ കലിപ്പായി അവരുടെ എൻ്റെ ഗോൾ അടി കണ്ടിട്ട്. അതെ എടുത്തു ലെവൻഡോസ്കി, പാസ് ചെയ്തു അൽവാരസ്. അൽവാരസ് അവിടെ നിന്ന് ഒറ്റ കട്ട് ചെയ്ത് ഉള്ളിൽ കയറി, അവനെയും കട്ട് ചെയ്തു, അടി, ഫിനിഷ്, ഖലാസ്. ഇത്രയുള്ളോ. സ്ലോ മോഷനിൽ കാണിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എടുത്തു ഉള്ളിൽ കയറി, ആദ്യം കട്ട് ചെയ്തു, അടിച്ചു. ഇത്രയുള്ളോ. ഇങ്ങോട്ട് ലൈവിൽ ഞാനായിരിക്കും, മല്ലും ഉണ്ടാവില്ല. ഇന്ന് നൈറ്റ് എൻ്റെ ലൈവാണ്, മനസ്സിലായോ. കളി കഴിഞ്ഞു 5 ഗോൾ അടിച്ച് ഞാൻ തോപ്പിച്ചിട്ടുണ്ട് മറ്റേ ടീമിനാണ്ടാ 5. മല്ലു ബസ് മാസ്റ്റർ ഉണ്ട്, അഭിപ്രായം ചോദിക്കാം. ആ സ്കോർ കോഡ് ഒന്ന് നോക്കി നോക്ക്. 16-10 ബിഗിനർ ലെവലിട്ട് കളിച്ചിട്ട് ജയിച്ചേരാണ് ഇത്ര തൊള്ളോളി. ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാരല്ലേ ഇത് ബിഗിനർ. ചില പന്തുകൊണ്ട് പോകുമ്പോ ഡിഫൻഡേഴ്സ് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് പോയി ഗോൾ അടിക്കും. അതിനാണ് ഈ പട്ടിഷോ. ആ ഇനി അടുത്ത കളി ഇടാൻ പോണത് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കേട്ടോ. സൂപ്പർ സ്റ്റാർ ആയിട്ട് എങ്ങനെ ഗോൾ അടിക്കാൻ വെച്ച് നോക്കാം. ഓക്കെ കളിക്ക്. അപ്പോ നോക്കി നോക്കാം. അപ്പോൾ ചലഞ്ച് ഉണ്ട് കേട്ടോ. സൂപ്പർ സ്റ്റാർ ആയിട്ട് ശകുനി ഒരു ഗോളെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ മന്തി മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് മന്തി മേടിച്ചു തരാം. എന്ത് തൊള്ളറക്കില്ലേ. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. A few moments later. ഒരു ഗോള് കിട്ടിയിട്ടുണ്ട്, 10 ടാർഗറ്റ്, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഉന്നല്ലാത്ത കാരണം രക്ഷപ്പെട്ടു. 12 ഷോട്ടും കിട്ടിയിട്ടുണ്ട്, 2 വിധത്തിൽ തോച്ചിട്ടുള്ളൂ. 12 കിട്ടിയിട്ടുണ്ടെങ്കിലും 2 ഗോള വാങ്ങിയിട്ടുള്ളൂ. മുന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 അടിച്ചേന്നാ. എന്ത് കിട്ടിയില്ല. ഒരെണ്ണം തിരിച്ചടിച്ച എടുത്തു ഞാൻ. കളിക്കറിയാത്ത ആളാട്ടാ ഇപ്പം ബിഗിനറിലിട്ടാ കളിക്കണേ. 12 ഷോട്ട് കിട്ടിയെന്നോണ്ട് കാര്യമില്ല. മല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 കിട്ടിയില്ല, 2 കിട്ടിയുള്ളൂ. ഞാൻ 2 ഷോട്ട് ആയിക്കോട്ടെ, കേറിയില്ലല്ലോ. ഷോട്ട് എടുത്തു, കേറിയില്ല. തിരിച്ചടിക്കാൻ പറ്റണ്ടേ. അതിന് കാര്യമില്ല, ഷൂട്ട് ചെയ്യാറില്ല അവൻ്റെ ദിവസം. അല്ലേ കയറിയാനെ.